എന്ത് പറയാനുള്ളേ അളിയാ മമ്മൂട്ടിയെ കൊല്ലണം അളിയാ ഇമ്മാതിരി ക്രൂവൽ സാധനം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കളങ്കാവല് സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ സിനിമ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ആദ്യം തന്നെ സിനിമ കണ്ടിറങ്ങി വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഹൈ ഉണ്ട്. ആ ഹൈ ചോർന്നു പോകാതെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ആദ്യം നിങ്ങളത് കണ്ടിട്ട് വരിക. ഞങ്ങളുടെ പടം കണ്ടിട്ട് തോന്നിയേക്കുന്ന കാര്യങ്ങൾ, അതിനകത്തിൽ കുറച്ച് സ്പോയിലർ വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എന്താണെങ്കിൽ അത് കണ്ടിട്ട് വരിക. ഗൈസ്, കളങ്കാവിൽ കണ്ട എൻ്റെ ഹാങ് ഓവറിലാണ് ഇവിടെ എല്ലാവരും. എന്ത് പറയാനുള്ളേ അളിയാ മമ്മൂട്ടിയെ കൊല്ലണം അളിയാ ഇമ്മാതിരി ക്രൂവൽ സാധനം. എന്റെ മച്ചാന് സത്യം പടം കണ്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. അതിന്റെ പെരുപ്പേരിക്കുക പല റിവ്യൂസിനകത്തൊക്കെ ആരൊക്കെ ഇങ്ങനെ ലാഗ് എന്തോ ഇങ്ങനെ പറയുന്നത് ഇമാര് പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടി കൊല്ലണം. അമ്മാതിരി ചെയ്ത് ചെയ്യുന്ന ക്യാരക്ടർ. എടാ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് അത് നിങ്ങൾ പറയും. പടത്തിന്റെ പ്രൊഡക്ഷൻ സ്കോർ സഹിതം ഹെൽമെറ്റ് പറ്റിട്ട് പറയടാ. രണ്ടാമത് സ്കോർ മേല് പെരുക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവോ? നിൽക്കും മേല് പെരുത്തിരിക്കുക. ഒന്നാമത്തെ കാര്യം മമ്മൂട്ടിക്ക് പറ്റിയ ക്യാരക്ടർ സൈക്കോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു സിഗരറ്റ് വാങ്ങിക്കാം, നോക്കണം. സത്യം മറ്റേ നിലാക്കായുള്ള ആ പാട്ട് കേൾക്കുമ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരു പ്രോമോ വരട്ടിക്കുന്നത്. ഇന്ന് തന്നെ എല്ലാവരും വിനായം വന്നില്ലേ മമ്മൂട്ടിയുടെ കാര്യം വിട്ടേക്ക്. അല്ല, മമ്മൂട്ടിയുടെ കാര്യം വിനായകന്റെ ക്യാരക്ടർ എടുത്തു പറയണ്ട വെച്ചാല് സത്യം പറഞ്ഞ ഒരു ക്ലൂവും കൊടുത്തില്ല. പുള്ളിക്ക് ഒന്നും അറിയത്തില്ലെന്ന ഒരു ധാരണയില പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റേ റിയൽ സ്റ്റോറി ഞാൻ ആക്ച്വലി റിയൽ സ്റ്റോറി കണ്ടിട്ട് വന്നതിന്റെ ഐ മീൻ മറ്റേ ബാബു രാമചന്ദ്രന്റെ ആ ഒരു സ്റ്റോറി കണ്ടിട്ട് വന്നതുകൊണ്ട് നീ കുറച്ചുകൂടെ കഥ എന്താണെന്നുള്ള അറിയാം. അതുകൂടെ ഒക്കെ ഓർത്തിട്ട് ഇത് ഒരു റിയൽ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് അപ്പം മമ്മൂട്ടി അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനം ക്യാരക്ടർ തോന്നിപ്പോകും. ഞാൻ ഇങ്ങനെ ആലോചിച്ചു സിനിമ കണ്ടിട്ട് ഇത്ര ഒരു സാധനം തോന്നി. അപ്പൊ റിയലി ഈ ഇൻസിഡന്റ് ഒക്കെ അനുഭവിച്ചിരിക്കുന്ന ഗേൾസിന്റെ ആ ലേഡീസിന്റെ ഒക്കെ ഒരു അവസ്ഥയില്ലേ, മമ്മൂട്ടിയുടെ ഒരു നോട്ടമുണ്ട്. എന്തൊരു കാണുമ്പോഴേ നമുക്ക് പേടി വരും. ആ ഒരു ആംബിയൻസ്, ഓരോ മറ്റേ ലോഡ്ജിന്റെ ആംബിയൻസ്. എടാ ഞാൻ ഇതിന്റെ കഥ അറിഞ്ഞിട്ട് പോയി പോയല്ലേ, നമുക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്തില്ല. ഞാൻ കഥ അറിഞ്ഞിട്ട് വന്ന് കണ്ടതിന്റെ ഒരു ഇഫക്റ്റ് എന്താന്ന് എനിക്കറിയാം. നിങ്ങൾ ഇത് കഥ അറിയാതല്ലേ അതിന്റെ ഒരു ഇത് പറ. ഇവന്റെ അടുത്താ ചോദിക്കുന്നത്. എടാ നിന്റെ ഒരു ഇത് പറ. നീ പടം ഇത് കഥ അറിയാതെ ഒന്നും കണ്ടില്ലേ? നമ്മള് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. ആക്ച്വലി സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് വന്ന് കണ്ടു തന്നെ മനസ്സിലാക്കണം. ഇപ്പോഴും എന്റെ ഇത് ഞാനല്ലേ മമ്മൂട്ടിയെ കൊല്ലണം ഇറങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. ഇതുവരെ മേല് പെരുത്ത് കുളിര് മമ്മൂട്ടിയോട് ആദ്യം എത്ര ദേഷ്യം തോന്നുന്നത്. സത്യം മമ്മൂട്ടിയെ കൊല്ലണോടാ. ഇതിനൊന്നും പിടിച്ചാത്തിടല്ലേ, ഇത് റിവ്യൂ. ഇത് തന്നെയാണ് പടം കണ്ടിട്ട് വന്നേക്കുന്ന എനിക്കാണെങ്കിലും പറയാനുള്ളത്. അമ്മാതിരി രോമാഞ്ചിഫിക്കേഷൻ വേറെ ലെവൽ സാധനം. ആദ്യം ഹൃദയം അവൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് എവിടേക്കോ ഇതിന്റെ സ്ക്രീൻ പ്ലേക്കൊക്കെ എവിടേക്കോ ഒരു മിസ്സിംഗ് ഉള്ള പോലെ ഒരു സംശയം അവൻ ഇങ്ങനെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സിനിമ മുന്നോട്ട് പോകും തോറും അത് അവൻ പറഞ്ഞു. സിനിമ മുഴുവനായിട്ട് കണ്ടപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇതിന് പെർഫെക്റ്റ് ആണ് അളിയ. ഞാൻ ആ പറഞ്ഞ സാധനം ഒന്നുമല്ല. കാര്യം ഇത് എവിടെ കൊണ്ടാണ് ഈ പടം എത്തിച്ചേക്കുന്നതെന്നായിരുന്നു അളിയൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അമ്മാതിരി സാധനം ഇവിടെ ഇതിനകത്ത് മമ്മൂക്ക. ഞാൻ ഇതിനകത്ത് ഈ വീഡിയോക്കകത്ത് പറയുന്ന പോലെ തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഇല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിനെ കൊല്ലണം എന്ന് തന്നെ നമുക്ക് തോന്നും. അമ്മാതിരി ചെയ്തു വെച്ചേക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു പടം കാണുന്നതിന് മുന്നേ തന്നെ ഒരു 1.5 ആഴ്ച മുന്നേ ആണെങ്കിൽ നമ്മുടെ ബാബു രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വല്ലാത്തൊരു കഥയിലൂടെ ഈ സൈനൈഡ് മോഹനന്റെ കഥ ഞാനിങ്ങനെ കേട്ടിരുന്നു. അതുപോലെ പല സ്റ്റോറീസ് അദ്ദേഹം ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ കേട്ടിരിക്കുന്നത് ഓൾറെഡി എനിക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ സ്റ്റോറി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു പടം കാണാനെ കൊണ്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് കണക്ട് ആക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ഇതിനകത്തുള്ള പല സാധനങ്ങളും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ്, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു പടത്തിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു റിയൽ സ്റ്റോറി സിനിമാറ്റിക് രീതിയിലോട്ട് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങളില്ലേ, അതിനകത്തുണ്ടായിരുന്നു. പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പെർഫെക്റ്റ് സാധനം. എനിക്ക് പേഴ്സണലി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഇതിനകത്ത് പെർഫോം ചെയ്ത് കയറ്റിയൊരു റേഞ്ച് ഉണ്ടേ. ഇത് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ ഫുള്ള് ഓടുന്നതെന്ന് വെച്ചാൽ ഈ സൈനയുടെ മോഹനൻ റിയലി അയാൾ ഇങ്ങനെ പല ആൾക്കാരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം അവർക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടർ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അയാളെ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, അത് തന്നെ അയാളോട് തോന്നിയ ഒരു ദേഷ്യം, വെറുപ്പ്, ഈ സാധനങ്ങളൊക്കെ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിന് ചെയ്ത് ഫലിപ്പിക്കുന്നത്. കാര്യം മമ്മൂക്കയുടെ ക്യാരക്ടർ കാണുമ്പോൾ
സത്യം പറയാമല്ലോ, ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, അളിയ പേടി തോന്നുന്നുണ്ട്, അളിയ ചെറിയൊരു ടെൻഷൻ പോലെ എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. കാര്യം അടുത്ത് എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത്, ഒരു ക്യൂരിയോസിറ്റിയേക്കാൾ കൂടുതൽ പേടി തോന്നിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതായിരുന്നു തോന്നിയത്. കാര്യം എനിക്കിനിയും ഞാൻ വിചാരിച്ചു ഇനി ഓൾറെഡി കഥ അറിയുന്നത് കൊണ്ട് എനിക്ക് തോന്നിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അമ്മമാരുടെ ചോദിച്ചപ്പോൾ അമ്മമാർക്ക് ഈ കഥയൊന്നും അറിയത്തില്ല, ഫ്രഷ് ആയിട്ടാണ് വന്ന് കാണുന്നത്. അവന്മാര് പറഞ്ഞു എൻ്റെ പൊന്നളിയ ഇത് വേറെ സാധനമാണ്. അങ്കിത്തൊക്കെ പറഞ്ഞു അളിയ സീരിയസ് സാധനം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നിട്ട് മമ്മൂക്കയുടെ ഒരു ചിരിയുണ്ട്, ഒരു നോട്ടമുണ്ട്. എൻ്റെ പൊന്നോ എന്തെന്നാണ് ഈ സാധനം? ഇത് ഒരുമാതിരി കൊല്ലുന്ന നോട്ടവും കൊല്ലുന്ന ഒരുമാതിരി ചിരി. ഇതിനകത്ത് മമ്മൂക്കനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത് ആ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മമ്മൂക്കനെ എവിടെയും നമുക്ക് കാണാൻ പറ്റത്തില്ല. തിരുവനന്തപുരം സ്ലാങ് ആണ് അദ്ദേഹം അതിനകത്ത് സംസാരിക്കുന്നത്. ആ സ്ലാങ് വെച്ചിട്ട് നമുക്ക് എവിടെ ഒരു പാളിച്ചില്ല. പിന്നെ മമ്മൂക്കയാണ്, അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ ഏത് റേഞ്ചിലാണ് അദ്ദേഹം ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ വിനായകൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പോലീസുകാരൊക്കെ ഈ സിവിൽ ഡ്രസ്സിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ യൂണിഫോമിലുള്ള ആൾക്കാരെക്കാൾ കുറച്ചുകൂടെ ഒരു ഗാംഭീര്യം, ഒരു പവറൊക്കെ കാണിക്കുന്നുള്ളത്. വിനായകൻ ചെയ്തു വെച്ചേക്കുന്ന സാധനം. പിന്നെ ഇൻ്റർവെൽ ബ്ലോക്കിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ഐറ്റം ഉണ്ട് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് കൊലത്തൂക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മതിരി തൂക്കം. എനിക്ക് ഇതിനകത്ത് പല സാധനങ്ങളും എനിക്ക് പറയണമെന്നുണ്ട്, ബട്ട് സ്പോയിലറായി പോവും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പല സാധനങ്ങളും എനിക്ക് പറയാൻ പറ്റാത്തത്. പിന്നെ ഇതിനകത്തിലെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതിൻ്റെ ആർട്ട് ചെയ്തേക്കുന്ന ആൾക്കാർ, അയ്യോ ആർട്ട് അതിനകത്തിലെ പണ്ടത്തെ ആ ഒരു എസ്തെറ്റിക് വൈബ്, പണ്ടത്തെ ആ ഒരു സാധനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ആ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഒരു സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നതിലുള്ള ആർട്ട് ചെയ്ത് വെച്ചേക്കുന്ന അവർക്ക് കൊടുക്കണം വലിയൊരിത്. പിന്നെ ഈ എഡിറ്റർ മാൻ നിങ്ങൾ ലിറ്ററലി കത്തിച്ചിട്ടുണ്ട്. അതേപോലെ ഡയറക്ടറിനെ പറ്റിയിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാര്യം അതിൻ്റെ ഡീറ്റെയിലിങ്, കാര്യം ഓരോ ഫോട്ടോസൊക്കെ വെച്ചുള്ളൊരു എനിക്കൊരു സാധനം പറയണമെന്നുണ്ട്, ബട്ട് സ്പോയിലറായി പോകും. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് പറയാത്തത്. ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കത്തിച്ചൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ 20 നായികമാരാണല്ലോ. ആൻഡ് ഇതിനകത്ത് സൈനയുടെ മോഹനന്റെ കഥയിൽ റിയൽ സ്റ്റോറിയിൽ 20 ആളുകളെയാണ് ഒഫീഷ്യലി ഇയാൾ ഇല്ലാണ്ടാക്കിയേക്കുന്ന ഒരു സാധനം പറയുന്നത്. എന്നാൽ അൺഒഫീഷ്യലി ഉള്ള കണക്ക് പ്രകാരം 32-ൽ കൂടുതൽ ആളുകളെ ഇല്ലാണ്ടാക്കിയേക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു സിനിമ ഉണ്ടല്ലോ, ഈ സിനിമ മൊത്തത്തിൽ ഈ ഒരു പ്ലോട്ട് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിന് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു സാധനം തന്നെയാണ്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം നേരെ കളങ്കാവൽ നേരിട്ട് ആദ്യം നേരെ ഇത് കാണാൻ പോയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാബു രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു കഥയിൽ സൈനൈഡ് മോഹനൻ്റെ കഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സൈനൈഡ് മോഹനൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാണാം, ഒരു 35 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. എന്നിട്ട് നിങ്ങൾ അത് വന്നൊന്ന് കാണണം, മക്കളെ വേറെ റേഞ്ചിലെത്തിക്കും. അപ്പോൾ ഇതാണോ ശരിക്കും സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇതാവും. അല്ലെങ്കിൽ ഞാനിത് കഥ ഓൾറെഡി ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കുണ്ടായിരിക്കുന്ന ഗൂസ് ബംസ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി തോന്നി. റിയൽ ലൈഫിൽ ഇങ്ങനൊരു ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരാളെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഉണ്ടായിരിക്കുന്ന ഒരു പേടിയുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചൊരു സാധനം വെച്ചാൽ, ഇപ്പം മമ്മൂക്ക അതേ വേഷത്തിൽ അതേ ഗെറ്റപ്പിൽ അങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് ആ സിനിമ കണ്ട് ഇറങ്ങുന്ന ടൈമിൽ അങ്ങനെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പേടിച്ചു, ഉള്ള കാര്യം പറയാലോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സാധാരണ ഒരു പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നിൽക്കില്ല. ഞാൻ 10 തിരിച്ച് വീട് വരെ എത്തണമല്ലോ. വരുന്ന വഴിക്ക് മൊത്തം ഇതിനകത്തിൽ മറ്റേ നിലാക്കാന ഈ പാട്ടുണ്ടല്ലോ, സത്യം പറയാലോ ഈ പാട്ടാണ് മൈൻഡിൽ കൂടെ ഓടുന്നത്. പേടിയാണ്, വണ്ടി ഓടിക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നു. അതേപോലെ തന്നെ ഈ പാട്ട് സത്യം പറഞ്ഞ ഒരു ട്രോമ തന്നു കേട്ടോ. കാര്യം വെച്ചാൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ്. സീരിയസ്ലി കാസ്റ്റ് ഇവിടെ പെർഫെക്റ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സാധനമാണ്. പിന്നെ മലയാള സിനിമ ഇത് എന്താ പറയുക, ഏത് ലെവലിലോട്ടാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു റിയൽ ലൈഫ് സ്റ്റോറി, അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു സിനിമാറ്റിക് രീതിയിലോട്ട് നമ്മുടെ മുന്നിൽ എത്തുമ്പോഴത്തേക്കിന് ഞാൻ ആദ്യം കുറച്ച് ഭാഗം കണ്ട വിചാരിച്ചു ഇതൊരു ഡോക്യുമെൻ്ററി പോലെ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു രീതിയിലായിരിക്കുമ്പോൾ പോകുമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇത് വേറെ റേഞ്ചിൽ എത്തിച്ചേക്കുന്ന ഒരു സാധനം തന്നെയാണ്. എനിക്ക് ഇനി ഒരുപാട് പറയണമെന്നുണ്ട്, ബട്ട് കൂടുതൽ സമയം നിങ്ങൾ വീഡിയോ കണ്ടിരിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. എന്താണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ ഒരു പടം കാണുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയാം. സെക്കൻഡ് ഷോ തന്നെ രാത്രി തന്നെ നിങ്ങൾ പോയി കണ്ടിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും പടം കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നല്ല കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി ബൈ ഗൈസ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയണം തോന്നി, നമ്മളെ ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ നെഗായിട്ടൊന്നും എടുക്കണ്ട. കാര്യം ആ ഒരു ക്യാരക്ടർ അത്രത്തോളം ഇതായിട്ട് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് മാത്രം നിങ്ങളതിനെ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഒരു വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ഒരു വില്ലനോട് ദേഷ്യം തോന്നുന്നതും വില്ലനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമുക്ക് തോന്നുന്നത് ആ ക്യാരക്ടർ അത്രത്തോളം അടിപൊളിയായി സക്സസ് ആയി എന്നതല്ലേ അതിൻ്റെ അർത്ഥം. ആ ഒരു സെൻസിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ശരി ബൈ.